ते कमरे मार दो ഉപദ്രവത്തില എല്ലാവരും എത്തിയ ടൗൺ CI ആൻഡ് SI സർ 5 വർഷം എനിക്ക് लगने वाली തന്റെ ജൂറിസ്ഡിക്ഷനിൽ എത്ര വാർഡുണ്ടെന്നുള്ളത് അറിയാമോ? സർ 8 വാർഡുണ്ട്. 8 अवार्ड मिल चुके हैं सब എന്താണെന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ലേ? സർ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. ജീവനും സ്വത്തിനും തന്റെ പോലീസ് സ്റ്റേഷനിലെ ഒരു വയർലെസ് സെറ്റ് സംരക്ഷിക്കാൻ പറ്റാത്ത താൻ ജൂറിസ്ഡിക്ഷനിലെ 2 ലക്ഷത്തോളം വരുന്ന ജന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണി കഴിഞ്ഞു. പിന്നെ എക്സ്പ്ലനേഷൻ ഉടനെ കിട്ടും. യുവർ യൂഷ്വൽ സോങ് CIയുടെ want a special report against that policeman immediately. That is today, sir. വയർലെസ് കൊണ്ടുപോയാനെ എത്രയും പെട്ടെന്ന് പിടിച്ചു കാണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട്. സാറേ इसकी लगने वाली है वाट കമ്മീഷണർ പെട്ടെന്നൊരു കോൺഫറൻസ് സാധനം എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ പോയി ഒരു പിടുത്തം കിട്ടല്ലോ. ഒന്ന് മധുസാർ എൻ്റെ കൂടെ ഒന്ന് കൊള്ളാം. ഇനി വെള്ളം തയ്ക്കാതെ തെറിയല്ലേ അവൻ പറഞ്ഞത്. മിനിക്കിപ്പോഴും ആ വെറ്റ കൃഷി വാഴ കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. സാറ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ जॉब से निकालने वाले കമ്മീഷനാണെങ്കിൽ നല്ല ചൂടിലാണ്. ഇപ്പൊ बहुत गुस्सा है उससे बहुत ना तो गाली वगैरह दी उसको. ഞാൻ നോക്കട്ടെ. ഒരു ऐसे ही लापरवाह अब बंद खाने लग गया था. ഞാൻ നോക്കിയിരിക്കണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. हैं? ओह, गोली की आवाज. अबे गोली इसने चलाई. എന്തുവാണ് സാറേ निकाल रहा आपने. अच्छा जिंदा है. സാറേ ജീവനുണ്ട്. ऐसे लगी गोली भयंकर. गलती से चल गई. लगी तो लगी कहाँ गोली फिर. ഇത് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. വെക്കടാ ഈ നെഞ്ചത്തേക്ക് വെടി. എന്നിട്ടെന്താ? गोली नहीं लगी शायद उसे, ऐसा लग रहा मुझे. ना गोली नहीं लगी उसको. ऐसे गिरने की आवाज आई. ऊपर से गिरा शायद छत से ना. തോക്ക് പൊട്ടിയതാണ് കൂടുതൽ ना കുഴപ്പം. छत से होके गई. അങ്ങനെ തോക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഓരോ ബുള്ളറ്റിനും കണക്ക് കൊടുക്കും. अब घूम रहा है इस लड़की के साथ. फाइनली मिल गया. മാസിക്ക് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ടൂറിന് പോകാം. ടൂറിന് പോകാൻ സസ്പെൻഷൻ ആവണോ? इसकी ड्राइंग है सारी, ये बनाती है पेंटिंग. वाह खरीदारी करने जा रही है. നോക്കല്ലേ? अच्छा शादी कार्ड ला रखा है. സാറേ इसकी औरत मिसिंग है. इसी की तो बीवी नहीं थी वो कहीं. ഇപ്പൊ എത്ര നാളെ? ഒരാഴ്ച ഒരാഴ്ച നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പറയായിരുന്നു? ഒരു ദിവസം വരും 2 ദിവസം വരുമെന്ന് इसके दोस्त के साथ. പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. നമുക്ക് കൂട്ടുകാരന്മാരെ ചൂന്ന് നോക്കാൻ പറ്റൂല. हाँ देखो उसकी बेटी को भी लेके गई हो. शायद इसी की वाइफ है वो. अच्छा എന്നും ये छलांग मारी थी. പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പം इसको पता नहीं है इसके അവിടെ बारे में ഇല്ലാത്തോണ്ട് क्या हुआ इसकी बेबी के साथ. ഇവര് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വല്ലതും ഉണ്ടോ? नाम नूम तो बता देता 9-3 अपनी बीवी का. 4 देखो ഇനി കുടുംബ കോടതി 5 साल की है वो. അമ്മയുടെ കൂടെ വിടാനാ കോടതി പറയുള്ളൂ. എന്താണ് അവരുടെ പേരെന്ന്? സിന്ധു. അതിലെന്ന് പറഞ്ഞ് ഇവിടെ പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. अच्छा उसको അല്ലെങ്കിൽ എനിക്ക് പോലീസ് जिंदा हो അയക്കും. तो. अच्छा उससे अच्छा दूसरी औरत है. തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് വന്നിട്ട് എന്തായാലും സംസാരിക്കാം. चालान काट रहे. സാറേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സാറേ അടുത്തുവരെ പോയത്. എന്താ അടുത്തുവരെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റില്ല? സാർ ചായ കുടിക്കാൻ കോടതിയിലേക്ക് വിടാം. കോടതിയിലേക്ക് വിടണ്ട സാർ. പൈസ തരാം. 400 എന്റെ എന്നോടൊക്കെ ഹെൽമെറ്റ് വെക്കാൻ പറയണത്. വിളിച്ചിട്ട് പോടാ ഇവന്. ഇതൊക്കെ എന്ത് ये तो वही है शायद. ഹെൽമെറ്റ് ഒന്നുമില്ലേ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലി. അയ്യോ കഷ്ടമുണ്ട് കേട്ടോ. उसका नाम भी वही है. നിന്റെ ലൈസൻസ് എന്തേ? ലൈസൻസ് എടുത്തില്ല സാറേ. ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല. 50 രൂപ തരാം. വിളിച്ചിട്ട് കൊടുക്കാം. ഇത് എവിടെ പോയിട്ട് വരാം ഇനി സാറേ? നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ സ്റ്റേഷനിൽ. എങ്ങനെയുണ്ട് കൃഷിപ്പണിയൊക്കെ? ഏതായാലും പോലീസ് പണിയൊക്കെ सस्पेंड कर दिया सर. खेती कर रहा है आजकल. पता नहीं कितने दिनों के लिए किया होगा. हाँ സസ്പെൻഷൻ. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അത് ബോധ്യേ. സാറേ ഞാൻ ഈ വയർലെസ് ഒരെണ്ണം വാങ്ങി തന്ന ഈ പ്രശ്നം തീരുമോ? അപ്പോൾ വെടി പൊട്ടിയതോ? 3 ദിവസം മറ്റേ क्या कर रहा है? शराबी होगा. वही तो नहीं हो? हाँ जिसने चुराया था. नहीं चुराया नहीं, जो आया था पुलिस स्टेशन में वही बुड्ढा जो गाना गाता था. बात कर रहे तो. अच्छा ये तो वही है ना जिसने वो चुराया था. हाँ वॉकी टॉकी इनका. उसका हाथ से छीन लिया. और हाथ देख ये उल्टी आ रही उसे. इसको क्यों ले आ रही पुलिस? इसने वॉकी टॉकी नहीं निकाला था उनका. यही होगा ना वो. शायद हाँ पूछताछ के लिए. उसी लड़की के पास तो नहीं जा रहे हैं? हाँ उसे इतना ले आ रहा. वो नहीं है फिर ये वॉकी टॉकी वाला. उसी के पास जा रहे. हाँ ये पहचानती नहीं उसे. कुछ पहचानते हैं. നീ ഇത്ര നേരം സംസാരിച്ചത് സാറിനോടാ. കൊള്ളാലോ. മീഡിയാണ്. चेकिंग कर रहा है. കെട്ടിയാണോ? അല്ല. उसका हस्बैंड भी नहीं മനസ്സിലായി. है. എവിടെയാ നമ്മൾ പറഞ്ഞ സാധനം? എടുത്തോളാം. എടാ കയറി തെറിച്ചിടാ. വാ. അയ്യോ വേണ്ട സാറേ, ഞാൻ എടുത്തു തരാം. ആ ചെല്ലേ. पैसे क्या नहीं. क्या? ഇത് മാത്രമേ ये वही तो नहीं है चुराया हुआ सामान. पहचानता है शायद इस कहने को ना. हैं? मोटिन. ഇത് കേടായ മൊബൈൽ. वो आगे टॉकी वही है. ये भी मिल गया. अब समझ गए वही आदमी है ये. हाँ वॉकी टॉकी चुराया था. मैं वही तो कह रही थी, वही था वो. और उसमें देखो कॉइन लगा रखे. അവന്റെ ഒരു കോബ്ര കിങ് किंग कोबरा. മാന്യമായ സഭ്യമായ ഭാഷയിൽ സംസാരിക്കും. हैरान हो गया.
അവസരമായ കണ്ണുകളിൽ सबके साथ बहुत अच्छे से बात करता है ना वो। ഞാൻ മിനിസാറിനെ വിളിച്ച് പറഞ്ഞു ഇവരെ കിട്ടിയ കാര്യം. ये कौन है? उसको शक हो गया था ना कि ये भाग रहा है, अब पीछा कर रहे हैं उसका। भाग गया वो तो। വണ്ടി എടു. अच्छा उसने गाड़ी का नंबर ഈ नोट किया പൾസർ था उसका। ബൈക്കിന്റെ RC അഡ്രസ് എടുത്തത്. നേരത്തെ അറിയിച്ച നമ്പർ പൾസർ ബൈക്കിന്റെ അല്ല സർ. अच्छा फेक नंबर है वो उसने लगा। ओ, हो सकता है स्टैचर हो। आ गया साथ में देखने। ചുമ്മാ ഇരി. എന്റെ പണി കളയാൻ വേണ്ടിട്ടാണ്. ऑलरेडी सस्पेंशन पे हो। ये तो कुछ कर भी नहीं सकता वो, पुलिस वाला है नहीं ना। कितना गुस्सा आ रहा है उसको देख के। എപ്പോഴാണ് സംഭവിച്ചത്? ഒരു 6:30 इसके साथ क्या होगा? അയാള് എന്റെ മാല പൊട്ടിക്കാൻ നോക്കിയിട്ട് अच्छा चेन छीनी ഞാൻ इसकी, वही था शायद वो। തലക്കടിച്ചു. നീ എന്താ ഇല്ല ഹരി, എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? അതൊരു ഒരു ടീഷർട്ടായിരുന്നു, ഒരു ഗ്രേ കളറ്. വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഹരിയേട്ടൻ പുറത്തായിരുന്നേ. മോൻ ട്യൂഷന് പോയി. പോസിറ്റീവനാണ് അവൻ. चोट तो बहुत गहरी है उस पे लगी। ഇവരാരും അല്ല. उनमें से कोई नहीं है, वही कोई था नया जो है वो शायद। भाग रहा था जो ना। ഒരു ബ്ലാക്ക് പൾസറിന്റെ അയാൾ തന്നെയാണോ എന്ന് हाँ उसी पे डाउट है ना, ഓൾ സ്റ്റേഷൻ മെസ്സേജ് കൊടുക്കുക. ये वही भाग रहा था फेक नंबर प्लेट के साथ। ഈ പകല് കംപ്ലീറ്റ് വന്ന് നോക്കി വെച്ചിട്ട് രാത്രി ആവുമ്പോ वो कुल्हाड़ी भी रखी है। लकड़ियाँ पेड़ है वो। ब्लड उसी औरत का सर मारा हुआ उसने वहाँ पर। അടുക്കള ബൈക്കാണ് ഇറങ്ങി പോയത് अच्छा എന്നാണ് അവര് പറഞ്ഞത്. സാറ് മുമ്പൊക്കെ ബൈക്കിലൊക്കെ വന്ന് क्या रखा उसने पीछे? ये कुछ गिरा वहां से। क्या है? चेन है। ആ പറടാ. സാറേ ഞാൻ ആ തലക്കടിയിട്ട് ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുക. നാളെ വൈകുന്നേരം ആകുമ്പോൾ എത്തും. ആ നീ അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം. बता दिया इस औरत को उसने ना। बताएगी या तो शायद। ആരും അറിയരുത്. കേസ് വേണ്ട, വേണ്ട സാർ. मना क्यों कर रही है इस बार? उसका बेटा है इसलिए। है कहाँ उसका बेटा? पता नहीं, ये भी नहीं पूछा उसने। उसी से मिलने जा रहा है ऐसा लग रहा मुझे। स्कूल में चले गया, स्कूल में चला गया। पता करेगा ना उसके बारे में कि कैसा है वो। ये है वो। നിന്റെ അമ്മയോട് ഞാൻ നടന്ന സംഭവത്തെക്കുറിച്ച് വേറൊരു പ്രതിയുടെ രൂപം പറയും. അത് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. ആരും അറിയരുത് എൻ്റെ മകനാണ് ചെയ്തതെന്ന് ആരും അറിയരുത്. നീയോ കഞ്ച उसने खुद किया ये? സ്നേഹമുണ്ടെങ്കിൽ ചെയ്തത് തെറ്റായി പോയി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറ, നിനക്ക് എവിടെ നിന്നാണ് ഈ സാധനം? हाँ उससे पूछे ना उसका कहाँ से, कौन सा अप्लाई कर रहा है उनको गुंडे को ढूंढना चाहता नहीं।
ओ देखो नशा कर रहे थे शायद अंदर। എന്താ സാറേ സ്റ്റഫാണോ? फंस गए। ആഹാ സാറായിരുന്നു. സാറേ ലിപ്പ വിടാം എന്നറിയാം. എന്താണ് സാറേ കാര്യം? വല്ലതും കിട്ടിയോടാ? അമ്മ മാത്രമേ സാറേ. मिला नहीं क्या? नहीं, ऐसे छुपा रखा होगा बैग में, देखो। ओ मिल गया इतना सारा। എന്ത് അറിയില്ല. വാടാ ഇങ്ങോട്ട്. कंप्लेंट फाइल हो गया। തരാമുള്ള സാറേ. വീട്ടിലറിഞ്ഞാൽ പ്രശ്നവും സാറേ. अब तहसीलदार के पास आगे അവരുടെ വണ്ടിക്കകത്ത് കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേഹപരിശോധന നടത്താൻ വേണ്ടിയാണ് സാറിനെ വിളിച്ചത്. ഓക്കെ പ്രൊസീഡ്. लेके चले गए उनको। क्या छुपा रखा उसने अंदर? वहाँ छुपा रखा है देखो। अच्छा वहाँ भी छुपा रखा। 1300 ग्राम था वो। सील हो गया देखो। यहाँ पे तो छोटे बच्चे और स्कूल में सप्लाई करे डायरेक्टली। എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5-6 साल के लिए जेल हो जाएगी। നിനക്ക് അറിഞ്ഞൂടായിരുന്നു ഇവരെന്താണ് പണിയെന്നുള്ളത് അല്ലേ? നിന്റെ പേരെന്താടാ? ഈ മിണ്ടരുത്. इसमें फंसाया हुआ है, ऐसा लगा था मुझे तीनों को। കസ്റ്റമേഴ്സിന് ഒറ്റത്തില്ല അവൻ. क्योंकि पेरेंट्स को फोन करेंगे। സാറേ പ്ലീസ് സാറേ വീട്ടിലേക്ക് പറയല്ലേ സാറേ. ऐसे ऐसे लग रहा ना कि इन्होंने बस वो बोल तो रहा था कि लिफ्ट थी। इतनी रात को आएंगे उसके पेरेंट्स वहाँ। अरे टी-शर्ट ഒന്ന് ഊരിക്കേ. ट्राई करेगा गिफ्ट मिलेगा उसका गिफ्ट। ആ നീ ഇവിടെ മുട്ടുകുത്തിയേ. എനിക്കല്ലേ സാർ. എനിക്കല്ലേ സാർ. മിണ്ടരുത്. इतने कमरे मार दो। ഞാൻ ഇവിടെ എറണാകുളം വിട്ടു പൊക്കോളാം സാറേ. മുനിയടാ. അങ്ങോട്ട് വാ. അവന്റെ കാല് പിടിക്കാതെ. सबको पीटेगा ऐसे से। उसकी हड्डियां टूट जाएंगे ऐसे में तो। सबको बोलना मारने के लिए। करके ഒന്നും പറയും സാറേ. ഞാനിത് കൈ കൊണ്ട് തൊടൂല സാറേ. അയ്യോ. ओ वो पीते हो। പിള്ളേരുടെ അമ്മമാര് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. 2 किलो मिला उनको। ഒന്നും ചെയ്തിട്ടില്ല അമ്മ, സത്യമായിട്ടൊന്നും ചെയ്തില്ല. മെട്രിയില്ല സാറേ. मिलिट्री में इसके पापा तो फिर ये ऐसे काम क्यों कर? അറിയില്ല. ബോർഡറിലാണ്. उसकी ग्रैंड माँ है वो। ഇവന്റെ അച്ഛനമ്മയ്ക്ക് എന്തേ? ഗൾഫിലാണ് സാറേ. മമ്മി നമ്മൾ വിളിപ്പിച്ചെന്തിനാന്ന് വെച്ചാലേ അവരെന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഇവന് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ നടന്ന് കുരുത്തക്കേട് കാണിക്കണമെന്ന് എനിക്കറിയില്ല സാർ. इसकी आंखों पे तो बिल्कुल दुख नहीं है। മകൻ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് നിന്ന് 2 കിലോ കഞ്ചാവ് കിട്ടി. 3 കൊല്ലം ജയിലിനകത്ത് കൊണ്ട കേസാണ്. എന്നാലും ഇവരൊക്കെ പഠിക്കും. ये तो स्ट्रिक्ट कैसे है? ഇവന്റെ അച്ഛനെന്തേ? അവൻ്റെ വാപ്പച്ചി മരിച്ചു പോയതാ. अच्छा उसके पापा भी नहीं है। ഇവൻ്റെ പേര് ബിനോയ്. ഇവൻ്റെ കൂടെ 1-2 इसको പ്രാവശ്യം जानती हो? കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും വാൺ ചെയ്തു, വേണ്ട ഈ കൂട്ട് വേണ്ട എന്ന്.
അവസാനം അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇത്രയും പറഞ്ഞ ഇനി ഇവന് വേണ്ടി കരയില്ലാന്ന്. കൂട്ടിച്ചു സ്കൂളിൽ പഠിക്കുന്നവനാണ്, ഇമാരുടെ കൂട്ടുകാരനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാന ബുദ്ധി കയറ്റി ബോധമില്ലാണ്ട് രാത്രി ആമ്പിള്ളേരുണ്ടായപ്പോൾ നിങ്ങളോട് സന്തോഷിച്ചല്ലേ? പെൺപിള്ളേർ സന്ധ്യ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ നിങ്ങൾ അന്വേഷിക്കും. ഇവന്മാരുടെ ഓരോ छोड़ देगा ഇപ്പൊ ഞാൻ വിട്ടാക്കി മൂന്ന് इन तीनों को ना. ഇനി മേല എന്തെങ്കിലും കേസ് വരെ എന്നെ ഈ മൊബൈൽ കൊണ്ടോ छोड़ दिया इसने शायद. कोई और होता तो बैंड. अभी अंडर एज भी है ना वो. इवना सेल लड़ जाएगा बड़ा. इसको तो नहीं छोड़ेंगे वो. बच्चों की आड़ में छुप जाते हैं ये. एनसीसी वाले. സ്കൂൾ കുട്ടികൾക്കിടയിൽ കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ എത്തുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. SPC കേഡറ്റ്സിന് അവൻ 8-ലോ 9-ലോ പഠിക്കുന്നത്, +2-ലാ പഠിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിനും ലഹരിക്കും അടിമകളാണ്. മതി, അവിടെ ഒരു ബസ് കട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അതെ അതെ അതെ, ആ സാർ അവിടെ നിർത്തും. अच्छा तभी पुलिस को बुलाया सर, जो शुरुआत में दिखाया था ना ये सीन, इसने पुलिस को बुलाया. अब उनको पकड़ेंगे. ചുമ്മാ സാറേ, ഓടുന്നതിന് മുമ്പ് ഒന്ന് 1 2 3 പറഞ്ഞേ സാറേ. ഗ്ലാസ് അങ്ങ് ഊരിക്കും, അല്ലെ ഓടുമ്പോൾ താഴെ പോകും. नन्हे तो दूसरे हैं. നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മളെന്തിനു മേടിക്കണത്? അവിടെ ഓടിക്കോ. भाग पानी में चले गए. तो बैठ में क्या होगा, ड्रामा कर रहे क्या? ഈ ട്യൂഷൻ വരുന്ന ഓട്ടം ഉണ്ടോ?